നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 22-ാം തീയതി 1201-ാം ആണ്ട് വൃശ്ചിക മാസം 6-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. തൃക്കേട്ട നക്ഷത്രമാണ്. നക്ഷത്രം തന്നെ തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ഇന്നത്തെ ദിവസം നോക്കുമ്പോഴും ശുഭ ദിവസമല്ല, ശനിയാഴ്ച. അപ്പോൾ ഇന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക, അങ്ങനെ കൊണ്ടുപോകുക. ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി ചെയ്തിട്ട് ഇനി വരിക, അവിടെ കൂടുതലായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക, നമ്മളിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക, പുതിയ സംരംഭങ്ങളിൽ കൈവയ്ക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ തന്നെ അങ്ങ് ഒഴിവാക്കി കളയുക. കാരണം അതിലൊക്കെ കൈവച്ചാൽ കൈപൊള്ളും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പോകണം. ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും വൃശ്ചിക മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പേടിക്കേണ്ട ഒരു വർഷമാണ്. പലതരത്തിലുള്ള വിഷമസന്ധികൾ ഉണ്ടാകാൻ ഇടവരുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക തകർച്ച ഉണ്ടാവാം, ശാരീരിക തകർച്ച വരാം, മാനസിക തകർച്ച ഉണ്ടാവാം, കാര്യവിഘ്നം വരാം. ഇങ്ങനെ പലതരത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വർഷമാണ് നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു വർഷമാണ് നമുക്കെന്ന് അറിയുക. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കാര്യതടസ്സമായിട്ടും നമ്മളെ വേദനിപ്പിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ശനിയെ തന്നെ പ്രീതിപ്പെടുത്തണം. കാരണം ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ശനിദേവനെ പോലെ ഗുണം ചെയ്യുന്ന ഒരാളില്ല, ശനിദേവനെ പോലെ വേദനിപ്പിക്കുന്ന ഒരു ഗ്രഹവും ഇല്ല. അപ്പോൾ ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല, ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. അപ്പോൾ ശനീശ്വരനെ അത്രയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോകണം. അപ്പോൾ നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ, ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോയാൽ ഈ ശനിയുടെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ശനിയുടെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കുന്നതിനൊപ്പം തന്നെ ദോഷ പരിഹാരാർത്ഥം ഇതൊക്കെ ചെയ്തു പോവുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴൊന്നും നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം 9 മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം 9 മണി 18 മിനിറ്റിനേ തുടങ്ങുള്ളൂ. 18 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 18 മിനിറ്റോട് കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. അതുപോലെ 10:30 മണിക്ക് രാവുകാലം തീരുവില്ല, 10:44 തീരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇറങ്ങാൻ. രാവുകാല സമയം യാത്രയ്ക്ക് ഓരോന്നിന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിന് എടുക്കാൻ വയ്യാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികകാല സമയം പറഞ്ഞത് 6:25 തൊട്ട് 7:52 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 37 മിനിറ്റ് തൊട്ട് 3 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ഇത്ര മോശ ദിവസമാണെങ്കിൽ പോലും ചിലത് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 11:47 തൊട്ട് 12:35 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയമെങ്കിലും ഇടയ്ക്കൊരു 4 മിനിറ്റ് നമുക്ക് അനുകൂലപ്രദമല്ല. അതായത് 12:09 തൊട്ട് 12:13 വരെ 4 മിനിറ്റ് നേരം വിട്ട് ബാക്കി 44 മിനിറ്റും നമുക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ശനിയുടെ സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ട് ശനിയുടെ അനുകൂലമായിട്ടുള്ള കളർ ധരിക്കുക. നീല കളറോ കറുത്ത വസ്ത്രമോ അല്ലെങ്കിൽ മങ്ങിയ വസ്ത്രങ്ങളോ ധരിച്ചുകൊണ്ട്
വീട്ടിൽ നിൽക്കുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ശനിയുടെ നെഗറ്റീവ് മാറുകയും കാര്യങ്ങൾ നമുക്ക് അനുകൂലപ്രദമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ആർക്കും ഒരു കഷ്ടത വരാതെ സംരക്ഷിക്കാൻ വേണ്ടി ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NTV UAE to the world.